ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല തുടർച്ചയായി 4ാം വർഷവും A+ ഗ്രേഡ് നിറവി. പക്ഷെ ഒരു ഗ്രന്ഥശാല നിലയിൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പുസ്തകം കൊടുക്കലും വാങ്ങലും മാത്രമല്ല ഒരു വായനശാല പ്രവർത്തനം എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ തന്നെയാണ് വായനശാല പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ, സാഹിത്യ ചർച്ചകൾ ഒക്കെ നമ്മൾ ലൈബ്രറി സംഘടിപ്പിക്കുന്നത്. ഈ ലൈബ്രറി സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ തന്നെ ഇവിടെ തീർത്ഥാടനത്തിനെന്ന പോലെ എത്തിയിട്ടുള്ള ഒരിടമാണ്. അന്തരിച്ച MT, ONV രണ്ടുപേരും ജ്ഞാനപീഠം കയറിയ എഴുത്തുകാരാണ്. രണ്ടുപേരും ഈ ലൈബ്രറിയിൽ പലതവണ വന്നിട്ടുണ്ട്. സാനുമാഷ് വന്നിട്ടുണ്ട്, ഡോക്ടർ ലീലാവതി, സുമാഴിക്കോട്, അങ്ങനെ തുടങ്ങി പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ സന്ദർശിച്ച ലൈബ്രറിയാണ്. അവരൊക്കെ തന്നെ സാന്നിധ്യവും സഹകരണമൊക്കെ ഉണ്ട്. വൈശാഖമാഷും അതുപോലെ തന്നെ മധുസൂദൻ നായരും ഉൾപ്പെടെയുള്ള ഡോക്ടർ KG പൗലോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മളെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ മികച്ച വ്യത്യസ്ത രംഗങ്ങളിലെ പണ്ഡിത ശ്രേഷ്ഠർക്ക് അല്ലെങ്കിൽ സമഗ്രമായ സംഭാവന ചെയ്തവർക്ക് പുരസ്കാരം നൽകുന്ന ഒരു ലൈബ്രറി കൂടിയാണത്. മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ലൈബ്രറി നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് ലൈബ്രറിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് A+ 4ാം തവണയും നമുക്ക് ലഭിച്ചു. വടക്കാഞ്ചേരി വില്ലേജിൽ 1934 അക്കാലത്തെ വടക്കാഞ്ചേരിയിലെ പ്രമുഖരായ അഭിഭാഷകർ, ഡോക്ടർമാർ, സ്ഥലത്തെ പ്രധാന വ്യക്തികൾ തുടങ്ങിയവരാൽ സ്ഥാപിതമായ പബ്ലിക് ലൈബ്രറി എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനം പല വാടക കെട്ടിടങ്ങളിലും പ്രവർത്തിക്കുകയും പിന്നീട് സ്വന്തം കെട്ടിടം പണിയുകയും അവിടേക്ക് മാറുകയും ചെയ്തു. 1951 ജൂൺ 21 1157 നമ്പറായി തിരുവിതാംകൂർ കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തു. തുടർന്ന് 1995 ജൂലൈ 20 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തു. അംഗങ്ങളിൽ നിന്നും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിക്കാണ് ലൈബ്രറി നിർവഹണ ചുമതല. മികച്ച ലൈബ്രറിക്കുള്ള EMS പുരസ്കാരം നേടിയ ജില്ലയിലെ ഏക ലൈബ്രറിയാണ് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ ലൈബ്രറി. 2008 ലൈബ്രറി കൗൺസിൽ സമാധാനം പരമേശ്വരൻ പുരസ്കാരവും നേടിയിട്ടുണ്ട്. ഒരു മുഴുവൻ സമയ ലൈബ്രറിയായി പ്രവർത്തിക്കുന്ന ഇവിടെ ഏതാണ്ട് പകുതിയോളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉൾപ്പെടെ 35,000-ഓളം സ്റ്റോക്കിലുള്ള പുസ്തകങ്ങൾ, ഗവേഷണങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന റഫറൻസ് ഗ്രന്ഥശേഖരവുമുണ്ട്. പൊതുപരിപാടികൾ നടത്താവുന്ന ലൈബ്രറി ഹാളും ശീതീകരിച്ച സെമിനാർ ഹാളും ലൈബ്രറി ലഭ്യമാണ്. ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ വേദികളും കരിയർ ഗൈഡൻസ് സെന്ററും പ്രവർത്തിക്കുന്നു. 500-ഓളം സജീവാംഗങ്ങൾ നിലവിലുണ്ട്. ലൈബ്രറിയുടെ തനത് പരിപാടികളായ കലാമണ്ഡലം, ഹൈദരാലി സംഗീതോത്സവം, ഭരതം ലളിതം എന്ന സ്മൃതി പരിപാടി, സുമംഗല സ്മൃതി, ഭരതൻ പുരസ്കാര ശിശുദിന ചിത്രരചന മത്സരം, മറ്റ് സാഹിത്യ സാംസ്കാരിക നായകരുടെ സ്മൃതികൾ തുടങ്ങിയവ എല്ലാ വർഷവും തുടരുന്നു. വ്യക്തിമുദ്ര പതിപ്പിച്ച സാംസ്കാരിക സാഹിത്യ നായകർക്ക് ലൈബ്രറി സ്ഥാപകരിൽ പ്രമുഖനായ VK നാരായണ ഭട്ടതിരി പുരസ്കാരം വർഷം തോറും സമർപ്പിക്കുന്നു. മഹാരഥന്മാരായ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും പലതവണ ലൈബ്രറി സന്ദർശിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക ഭൗതിക കേന്ദ്രമായ ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിക്ക് നവതി സമ്മാനമായി ലൈബ്രറി അംഗം കൂടിയായ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ലൈബ്രറിയെ സാംസ്കാരിക സമുച്ചയമാക്കി നവീകരിക്കുന്നതിനായി തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉൾപ്പെടെ നഗരസഭയിലെ ജനപ്രതിനിധികൾ അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകി വരുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വടക്കാഞ്ചേരിയുടെ പൊതുസമൂഹം ലൈബ്രറിക്ക് നൽകിയ സ്നേഹവും കരുതലുമാണ് കേരളത്തിലെ മികച്ച ലൈബ്രറിയായി വടക്കാഞ്ചേരി MLA ആയിരിക്കെ AC മൊയ്തീൻ നിയമസഭാ അംഗമെന്ന നിലയിൽ ലഭിച്ച ഗസറ്റ് മുഴുവൻ ലൈബ്രറിയിലേക്ക് എത്തിച്ചു. ലൈബ്രറിയുമായി അന്നും ഇന്നും AC മൊയ്തീൻ ഏറെ സഹകരണത്തോടെ വർത്തിക്കുന്നുണ്ട്. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ലൈബ്രറി കൗൺസിൽ ഗ്രഡേഷനിൽ തുടർച്ചയായി കഴിഞ്ഞ 4 വർഷങ്ങളിൽ A ഗ്രേഡ് നേടാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. 15 മുതൽ 25 വരെയുള്ള ഉള്ള ആളുകൾ ദിവസേന പകൽ സമയത്ത് ഇവിടെ വന്ന് പുസ്തകങ്ങൾ എടുത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് റൂം ഏതാണ്ട് 10 പത്രങ്ങളോളം ഉൾപ്പെട്ട അല്ലെങ്കിൽ 60 ആനുകാലികങ്ങൾ ഉൾക്കൊള്ളുന്ന റീഡിംഗ് റൂമാണ് നമുക്കുള്ളത്.
ആ റീഡിംഗ് റൂം വളരെ ഫലപ്രദമായി വായനക്കാർ വിനിയോഗിക്കുന്നുണ്ട്. ലൈബ്രറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേവലം പുസ്തകം കൊടുക്കുക, അതുപോലെ അത് വായിച്ച് തിരിച്ചേൽപ്പിക്കുക അങ്ങനെയുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കടന്നാണ്. ഈ കേരളവർമ്മ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ലൈബ്രറിക്ക് സ്വന്തമായ തനതായ പരിപാടികൾ, ഇപ്പോൾ കലാമണ്ഡല എതിരാളി സംഗീതോത്സവമായാലും ഭരതം ലളിതം എന്ന സ്മൃതി പരിപാടിയായാലും സുമംഗല സ്മൃതി ആയാലും മറ്റ് മൺമറഞ്ഞു പോയ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ സ്മൃതി പരിപാടികൾ നമ്മൾ ഇവിടെ ആ ദിവസങ്ങൾ തോറും നടത്താറുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി ഭരതൻ പുരസ്കാര ചിത്രരചനാ മത്സരം എല്ലാ ശിശുദിനത്തിലും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളാണ്. വളരെയധികം കുട്ടികൾ അതിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. BCB ന്യൂസ് വടക്കാഞ്ചേരി.